സംസ്ഥാന സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ഇന്നും പാലക്കാടൻ ആധിപത്യം. മലപ്പുറത്തിന്റെ വെല്ലുവിളി മറികടന്ന് 10 സ്വർണവുമായി പാലക്കാട് കുതിക്കുകയാണ്. ഇന്ന് 2 മീറ്റ് റെക്കോർഡാണ് പിറന്നത്. ഇത്തവണ അത്ലറ്റിക്സിലെ ആദ്യ ഇരട്ട സ്വർണം മലപ്പുറത്തിന്റെ ആദിത്യ അജി സ്വന്തമാക്കി. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ 1000 പോയിന്റ് മറികടന്ന് തിരുവനന്തപുരം മുന്നേറ്റം തുടരുകയാണ്. രുജീഷ് വി രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രുജീഷ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പോരാട്ടം? സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കിടെ ശക്തമായ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇന്ന് മലപ്പുറത്തിന്റെയും പാലക്കാടിന്റെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അത്ലറ്റിക്സിൽ കണ്ടത്. ഇന്നലേക്ക് സമാനമായി തന്നെ ഇന്നും പാലക്കാട് ഈ ദിവസം അവസാനിക്കുമ്പോൾ ആധിപത്യം തുടരുകയാണ്. എന്തായാലും മലപ്പുറത്തിന്റെ ശക്തമായ വെല്ലുവിളി പാലക്കാടിന് ഹഡിൽസ് മത്സരത്തിൽ നേരിടേണ്ടി വന്നു. എന്നാൽ അതിൽ നിന്ന് വലിയൊരു തിരിച്ചുവരവാണ് അവസാന ഘട്ടത്തിൽ 4x400 മീറ്റർ റിലേയിൽ പാലക്കാട് നടത്തിയത്. 4 മത്സരങ്ങളിൽ 3ലും സ്വർണം നേടിയാണ് പാലക്കാട് താരങ്ങൾ ടീമിനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. എന്തായാലും ഇന്ന് മീറ്റിൽ 2 റെക്കോർഡുകളാണ് ഉണ്ടായത്. മലപ്പുറത്തിന്റെ ഫസലുൽ ഹക്ക് സീനിയർ ആൺകുട്ടികളുടെ 110 മീറ്റർ ഹഡിൽസിൽ റെക്കോർഡോടെ സ്വർണം നേടി. അതോടൊപ്പം കാസർഗോഡിന്റെ സോന മോഹൻ ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ റെക്കോർഡോടെ സ്വർണം നേടി. അതോടൊപ്പം തന്നെ ഇന്ന് ഇരട്ട സ്വർണം സ്വന്തമാക്കിയ നേട്ടം ആദിത്യ അജി സ്വന്തമാക്കി. ഈ മീറ്റിലെ ആദ്യത്തെ ഇരട്ട സ്വർണ്ണ നേട്ടമാണ്. നേരത്തെ 100 മീറ്ററിൽ സീനിയർ പെൺകുട്ടികളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയ ആദിത്യ ഇന്ന് 100 മീറ്റർ ഹഡിൽസിൽ കൂടി സ്വർണം സ്വന്തമാക്കി. എന്തായാലും വലിയ പോരാട്ടം മലപ്പുറവും പാലക്കാടും കാഴ്ചവെക്കുകയാണ്. നാളെ 20 ഫൈനലുകളുള്ള ദിവസമാണ്. 200 മീറ്റർ ഉൾപ്പെടെയുള്ള ആവേശ പോരാട്ടങ്ങൾ നാളെ നടക്കും. തിരുവനന്തപുരത്ത് നിന്ന് രുജീഷ് രവീന്ദ്രൻ, ടീം ന്യൂസ് മലയാളം.